ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മനീഷ. നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗായ്സ്. ഇന്ന് ഞാനും എൻ്റെ അമ്മയും ചേച്ചിയുടെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ലുലു പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുട്ടികൾക്കാണെങ്കിൽ മെട്രോയിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നമ്മൾ ഓട്ടോ എടുത്ത് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നമ്മൾ ലുലു പോവാണ്. വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ചൂട് കാലാവസ്ഥ കാരണം നമുക്ക് ഔട്ട്ഡോർ എങ്ങും പ്ലാൻ ആക്കാൻ പറ്റുന്നില്ല. അതേപോലത്തെ ചൂടാണ്. അപ്പോൾ ഞങ്ങൾ അടിച്ചു ഓക്കെ ദെൻ നമുക്ക് ലുലു പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ AC ഉണ്ട്. അതാകുമ്പോഴത്തേക്ക് അത്രയും ഹെറ്റിക് ആവില്ലല്ലോ ഈ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ നമുക്ക് മെയിൻ ലക്ഷ്യം മോനും സോനും എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ് കേട്ടോ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. എൻ്റെ ചേച്ചിയുടെ കുട്ടികളാണ് മോനും സോനും. അപ്പോൾ അവർ വെക്കേഷൻ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്നതാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ വണ്ടർലയിൽ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ ചൂട് കാരണം നമ്മൾ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ആലോചിച്ചു എന്നാൽ പിന്നെ ലുലുവിലുള്ള ഫണ്ടൂറയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അവിടെ എത്തിയ ഉടനെ തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരു സൺസെറ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞാൻ ഇൻസ്റ്റ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ആയിട്ട്. ഫണ്ടൂറയിൽ എത്തി. അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു ബഡ്ജറ്റിന് രണ്ടു പേർക്കും ഗെയിം കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എടുക്കുന്ന എമൗണ്ടിൽ നിന്നും ഓരോ ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും പേയ്മെൻറ്റ്. പക്ഷേ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വിഷുവിന് തലേന്നായിരുന്നു കേട്ടോ. വിഷുവിന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ നല്ല ക്രൗഡ് കാണും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തലേന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിഷുവിന് തലേന്നാണ് നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനും സോനും കുറേ ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന പോലെ പോവില്ല. ഗെയിമിന് എത്ര കൊടുക്കാം? 10 ഔട്ട് ഓഫ് 6. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് പാടായിരുന്നു വളയ്ക്കാനൊക്കെ. ആരെ വളയ്ക്കാൻ? വണ്ടീനെ. അതിനിടെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വേർത്തിട്ടായിരുന്നു. ലാസ്റ്റാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ എടുത്ത പേയ്മെൻറ്റിന് എന്തായാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പിള്ളേർ മടുത്ത് ഗെയിംസ് കളിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഗെയിമൊന്നും കളിച്ചതല്ല. ഞാൻ ചുമ്മാ ഇരുന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നു എന്നേ ഉള്ളൂ. അതിനുശേഷം കാലൊക്കെ വേദനിച്ചപ്പോൾ ഞങ്ങൾ അയച്ചു എന്നാൽ പിന്നെ പോയി ഫുഡ് കഴിക്കാൻ നേരെ പോയി ചിക്കിങ്ങിലായിരുന്നു കേട്ടോ. ചിക്കിങ് ഓക്കെ ആയിരുന്നു. കാരണം ഒട്ട് ചൂടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിച്ചു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയും കുറച്ച് പേയ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അയച്ചു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നുകൂടെ പോയിട്ട് ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേർക്ക് ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ വയ്യ, മടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ബാസ്ക്കറ്റ് ബോൾ ഞാനും അമ്മയും മോനും സോനുമായിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഞങ്ങളിങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഭയങ്കരമായിട്ട് ഞങ്ങൾ പിള്ളേരായിട്ട് ഭയങ്കരമായിട്ട് ചില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും അമ്മയും കൂടെ ഒരു ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്തായാലും പിള്ളേർ ഈ തവണ വെക്കേഷൻ വന്നിട്ട് പുറത്തൊന്നും പോകാത്തതുകൊണ്ടും ഈ ഒരു ക്ലൈമറ്റ് കാരണം എങ്ങും പോകാൻ വയ്യാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫണ്ടൂറിൽ പോയതോടെ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വിശേഷം. എനിക്കിതൊന്ന് വ്ളോഗാക്കി ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു കുട്ടി സന്തോഷം ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ.